ശ്രീ ബി റജി, ലക്കുകെട്ടാണ് ലക്ഷ്യ മുന്നോട്ട് പോയത് നാം കണ്ടത്. കാരണം അതിലുള്ള ലക്ഷണങ്ങൾ മുതിർന്ന നേതാക്കൾ നേതൃസ്ഥാനത്തിനായി തമ്മിലടിക്കുന്നു. 2, പിരിച്ച പണം, പാവങ്ങൾക്കായി പിരിച്ച പണം, അത് എവിടെയാണ്, എപ്പോഴാണ് വീട് നിർമ്മാണം എന്നതിൽ പോലും ഇപ്പോഴും വ്യക്തതയില്ലാതെ നീങ്ങുന്നത്. 3, പുനർജനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കുരുക്കുകൾ പ്രതിപക്ഷ നേതാവിന് മേൽ വീഴുമ്പോൾ എങ്ങനെയാണ് ലക്കുകെടാതെ ലക്ഷ്യം കാണുന്നത്? നോക്കൂ ശ്രീ അജംഷാദ്, ലക്ഷ്യം കാണുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. 100+ ആണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷ നിരയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകും എന്ന് ഒരുപക്ഷെ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് ഒരുപക്ഷെ എണ്ണാൻ കഴിയുന്ന തരത്തിലേക്ക് താഴാനുള്ള സാധ്യതയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എതിരാളിക്കെതിരെ എയ്യുവാനായിട്ട് അമ്പുകളില്ല. വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടത്തുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരിക്കുന്നത് LDF ആണ്. 10 വർഷത്തിനപ്പുറത്ത് ഭരിച്ച ഒരു സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും, LDFനോട് ചോദിക്കും, ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് നിങ്ങൾക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം 10 വർഷത്തിന് മുമ്പ് കൊണ്ടുവന്ന പദ്ധതികളുടെ അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഒരു ദേശീയപാത തകർന്നടിഞ്ഞ് പോയതുപോലെ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം തകർന്ന് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇപ്പോൾ UDFനെ നേരിടുവാൻ തക്കതായിട്ടുള്ള ഒരായുധങ്ങളും നിങ്ങളുടെ പക്കലില്ല. ആ സാഹചര്യത്തിലാണ് നിങ്ങൾ എല്ലാ കഥകൾ ഈ LDF മെനഞ്ഞുണ്ടാക്കിയിട്ട് ഒരഴിമതിയുമില്ലാത്ത, ഒരു പൈസ കൈകൊണ്ട് തൊടാത്ത ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി 2018 സമാനതകളില്ലാത്ത പ്രളയം സമ്മാനിച്ച അതിൽ പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി, അവിടുത്തെ കുട്ടികൾക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളോട് നേരിട്ട് അവർ തന്നെ നടത്തിയ പദ്ധതികൾക്ക് അതിന് ഒരു ഫെസിലിറ്റേറ്ററായി നിന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചികഞ്ഞെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊന്നും കേരളത്തിൽ വില പോവില്ല. അതൊന്നും അതായത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ്. ഈ പ്രതിസന്ധിയെ, അതായത് നിങ്ങൾക്ക് ശക്തമായൊരു ആയുധം നിങ്ങളുടെ പക്കലില്ല, അല്ലെങ്കിൽ LDFൻ്റെ പക്കലില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയുള്ള വെറും പുകമറകൾ മാത്രമാണ് LDF ഇത്തരത്തിലുള്ള പഴയ തേഞ്ഞുപോയ, അതായത് ഒരു വസ്തുതയും ഇല്ല എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അതിനുശേഷം വിജിലൻസും ഒക്കെ അന്വേഷിച്ച് 1 വർഷത്തിന് മുമ്പ് തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് തരത്തിലാണ്? ലാവ്ലിൻ കേസിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, പുനർജനിയെ കുറിച്ചാണ്. അതെ, പുനർജനി കോടതിയിൽ ഉണ്ടായിരുന്നില്ലേ? അത് സിംഗിൾ ബെഞ്ചിൽ വന്നിരുന്നു, അത് തള്ളി ഡിവിഷൻ ബെഞ്ചിൽ വന്നിരുന്നു, അതിനുശേഷം 2 തവണ വിജിലൻസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ വന്നില്ലേ, അതിനകത്ത് VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് തുക വന്നിട്ടില്ല. VD സതീശൻ അഴിമതി നടത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുവാൻ കഴിയില്ല. ഇതെല്ലാം വസ്തുതകളായിരിക്കെ എന്ത് തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ UDFനെ നേരിടാനാണ് ഇവർ ശ്രമിക്കുന്നത്, CPM ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഇടയിൽ തന്നെ ഒരു പോയിന്റ് എടുത്തിടാനായിട്ട്, ശക്തമായിട്ട് എതിരാളിക്കെതിരെ നേരിടാൻ, ഈ ഇലക്ഷനെ നേരിടാൻ എന്ത് തരത്തിലുള്ള പ്രതിരോധം തീർക്കുവാനാണ്, അല്ലെങ്കിൽ ഏത് തരത്തിൽ അവരെ ആക്രമിക്കുവാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ഇത്തരത്തിലുള്ള നിസാരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്.